സാർ വളരെ ഗൗരവമായിട്ടുള്ളൊരു പ്രശ്നമാണ് നടന്നല്ലോ സാർ. വളരെ ഗൗരവമായൊരു പ്രശ്നമാണ്. ശ്രീ രാജൻ, സഭ പ്രതിപക്ഷ നേതാവ് വളരെ ദീർഘമായിട്ട് ടോക്കൌട്ട് പ്രസംഗം നടത്തി. ശരിയല്ലല്ലോ സാർ. അങ്ങനെയാണ് ഒരു നിയമസഭയുടെ അങ്ങയുമായി തർക്കുകയല്ല സാർ. നേരത്തെ മുഖ്യമന്ത്രി പ്രതിപക്ഷ അങ്ങനെ കഴിയില്ല സാർ. അങ്ങനെയാണ് അങ്ങ് അനുവദിക്കുന്നെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല സാർ. ഇത് എന്റെ കക്ഷിയുടെ അവകാശമല്ലേ സാർ. നമ്മൾ ഇന്നലെ സംസാരിച്ചു. അങ്ങനെ കഴിയില്ലല്ലോ. അങ്ങനെ കഴിയില്ലല്ലോ. അതിന് സാർ ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീൽ വാദിക്കുന്നതിനേക്കാൾ ഗൗരവമായിട്ടല്ലേ സാർ കാര്യമാണ് സാർ. ഞാൻ ആവശ്യപ്പെടുന്ന അതെന്താ സാർ രേഖയിലില്ലാത്തത്? ഞാൻ ആവശ്യപ്പെടുകയാണ്. ഞാൻ ഈ സഭാ മുമ്പാകെ പറയുകയാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീൽ വാദിക്കുന്നതിനേക്കാൾ അപകടകരമായ വാദമാണ് സാർ ഇന്ന് കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ വാദിച്ചത്. സാർ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നത് സാർ? ബഹുമാനപ്പെട്ട രാജൻ, ചെയറിനോട് സഹകരിക്കും. സാർ ആരാണ് സാർ ഇങ്ങനെ ഒരു ചെയറിനോട് സഹകരിക്കും? അങ്ങയോടാണ് പറയുന്നത്. ഒപ്പിട്ട കഴിഞ്ഞ ഗവൺമെന്റിന്റെ നടപടി ശരിയല്ലാത്തത് കൊണ്ടാണല്ലോ സാർ 12/11/2025 അത് മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. മെയ് 8 കേന്ദ്ര ഗവൺമെന്റ് എന്താ കേരളത്തിന് അയച്ച കത്ത്? അങ്ങനെ വായിക്കണം. അതൊരു റിക്വസ്റ്റ് ലെറ്ററാണ്. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് കൃത്യം പറഞ്ഞല്ലോ. അങ്ങനെ സംരക്ഷിക്കേണ്ട ചെയർ ആ കാര്യത്തിലേക്ക് കിടക്കല്ലേ. അങ്ങനെ ഇറക്കിയ ഒരു റിക്വസ്റ്റ് ലെറ്ററിൽ ഇപ്പോൾ അത് പുനഃചിന്തിക്കാവുന്ന വിധത്തിലുള്ള നിലപാടെടുക്കാൻ UDFന്റെ ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചത് എന്താണ് സാർ? 35 പേർ ഞങ്ങളുടെ സഭയ്ക്കകത്തു വന്നാൽ ഞങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും എന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശരിയാണെന്ന് ഇപ്പൊ കാണുകയല്ലേ സാർ? പ്രകോപിപ്പിക്കുന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് സാർ. ഇപ്പോഴത്തെ പ്രശ്നം നമ്മൾ ആ പോർട്ടലിനെ സ്വീകരിച്ചിട്ടില്ല. ആ പോർട്ടലിനെ സ്വീകരിച്ചിട്ടില്ല. ഏതെങ്കിലും വിധത്തിൽ സ്കൂളുകളെ തെരഞ്ഞെടുത്തിട്ടില്ല. അതിന്റെ മാച്ചിങ് ഗ്രാന്റ് വെച്ചിട്ടില്ല. PMFSലൂടെ വരുന്ന ഒരു പണവും സ്വീകരിച്ചിട്ടില്ല സാർ. SSKക്ക് ലഭ്യമാകുന്ന പണം PMCയിൽ ഒപ്പിട്ടാൽ കിട്ടാതിരിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞത് വിജയ് സിംഗ് അംഗമായിട്ടുള്ള സാർ. പാർലമെന്റ് ഉപസമിതിയാണ് സാർ. സാർ പണം കിട്ടാൻ വേണ്ടി ഇത് ഞങ്ങൾ തുടരും എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതാണ് സാർ കേരളത്തിന്റെ മതനിരപേക്ഷ മൂല്യവും മലയാളത്തിന്റെ മാനവും. അത് വിറ്റു തൊലച്ച് PMCയിൽ ഒപ്പിടാൻ കുടപ്പനക്കുന്ന തറവാട് അംഗീകരിക്കും. ഈ നിലപാടിൽ സർവശിക്ഷ അഭിയാന്റെ കീഴിൽ സാർ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സർവശിക്ഷ അഭിയാൻ വിദ്യാഭ്യാസം മൗലിക അവകാശമാകണമെന്ന നിയമനിർമ്മാണത്തിന്റെ ഭാഗമായി പാർലമെന്റ് അംഗീകരിച്ചു വന്നൊരു പദ്ധതിയാണ് സാർ. PMCയും സർക്കാരിന്റെ നയം മാത്രമാണ് സാർ. സർക്കാരിന്റെ ഷോക്കോസ് പദ്ധതിക്ക് വേണ്ടി ഭരണഘടന പിന്തുണയ്ക്കുന്ന ഭാഗമാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് PMCയിൽ ഇപ്പോ PMC കഴിഞ്ഞ 8 മാസക്കാലമായി നടപ്പിലാക്കപ്പെടാത്തിരുന്നത് കൊണ്ട് MOയിൽ ഒപ്പിട്ട് അത് നടപ്പിലാക്കണമെന്ന് കേന്ദ്ര കേരള ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു റിക്വസ്റ്റ് അല്ലാതെ ഏതെങ്കിലും വിധത്തിലുള്ള നിർബന്ധം അവതരിപ്പിച്ചിട്ടുണ്ടോ സാർ? ഒരു നിർബന്ധവും ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെന്റിന് മുമ്പിലില്ല. ഒക്ടോബറിൽ ഒപ്പിട്ട പദ്ധതി മെയ് 8 വരെ നാം ഒരു സ്കൂളിനെയും തെരഞ്ഞെടുക്കാതെ പോർട്ടൽ തുടങ്ങാതെ ഇരിക്കുന്ന ഘട്ടത്ത് സാർ ഞാൻ അവസാനിപ്പിക്കാം. കേന്ദ്രത്തിന്റെ സാർ, it is respectfully submitted that the above action of the state Kerala reflect reluctance to implement NBP 2020. Please control. Kerala may be come forward to implement and show cause all the initiatives of NEP 2020 എന്ന് തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ വക്കീൽ പറഞ്ഞത്. അതിനേക്കാൾ വലിയ വാദമാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയത്. PMC നടപ്പിലാക്കില്ല എന്ന് പറയാനുള്ള മതനിരപേക്ഷ മനസ്സാക്ഷി കാണിക്കാത്ത ഗവൺമെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ഞാനും എന്റെ കക്ഷിയും വാക്കൌട്ട് ചെയ്യുകയാണ്. ആയിക്കോട്ടെ.